ഇത് ഒരു പസഫിക് ഇന്തോനേഷ്യൻ രാജ്യത്തെ ഒരു പ്രധാന ഏത്തക്കായാണ് പൊപ്പോലു. കേരളത്തിൽ ഇത് വളരെ അപൂർവമായിട്ടേ കൃഷി ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഇത് ഞങ്ങൾക്ക് ബനാന ബാങ്ക് വഴി കിട്ടിയൊരു വാഴയാണ്, അതിൻ്റെതാണ് പൊപ്പോലു. അപ്പൊ ഇതിന്റെ കാഴ്ചയ്ക്ക് ഒരു കോലും ഇല്ലത്, എന്തോ ഒരു എല്ലാ രീതിയിലാണ്. കായ വറുത്തതിലാണ് ഏറ്റവും മുന്തിയ ടേസ്റ്റ്. ഇത് പഴുത്താൽ ടേസ്റ്റ് ഇല്ല, അതേപോലെ പുഴുങ്ങി തിന്നാൻ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ കായ വറുത്ത ഇത് 3-3.25 കിലോ വേണ്ടത്, ഇത് 2 കിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ അത്ര തന്നെ കായ കിട്ടും. ഇത് ഞാൻ ലേശം കായ വറുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. പിന്നെ ഈ വാഴ നമ്മൾ നാട്ടേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഹൈറേഞ്ച് വേനലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന വാഴയാണ്. പിന്നെ മഞ്ഞപ്പൊടി ചേർക്കേണ്ടതില്ല, എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് തന്നെ ഇത് കായ വറുത്തതിന് മഞ്ഞ കളറാണ് ഉണ്ടാവുക. കായ വറുത്തതിനാണ് ഒരു ഏറ്റവും വലിയ ടേസ്റ്റ്. അതെന്താ വെച്ചാൽ ബിസ്ക്കറ്റൊക്കെ പൊടിയുന്ന പോലെ തീരെ കട്ടിണ്ട്, പൊടിഞ്ഞു പോരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പച്ച തിന്നാൻ അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ കറ കുത്തുന്നില്ല, മറ്റേ വായിക്കൊക്കെ തീരെ കറ കുത്തുന്നില്ല. ഒന്ന് ഏതായാലും കഴുകിയെടുക്കാം. അപ്പൊ ഇതിൽ കണ്ടില്ലേ, മഞ്ഞപ്പൊടി ഒന്നും ചേർത്തില്ല കേട്ടോ, സാധാരണ ഇതാണ്. നമ്മളെ പ്രദേശങ്ങളിൽ ശരിക്കും വ്യത്യസ്ത വാഴകൾ എത്ര ഉണ്ട്. നമ്മൾ ആരെങ്കിലും ഈ പഴങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. അതേപോലെ അരികൾ, നെല്ലൊക്കെ എത്ര വെറൈറ്റി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് കുറേ പൈസ ഉണ്ടാവും, പക്ഷേ ഇതൊന്നും ടേസ്റ്റ് അറിയാൻ നമ്മൾ നേരെ മുകളിൽ പോവുകയും ചെയ്യും. അപ്പോൾ പരമാവധി ഇത്തരം സാധനങ്ങളൊക്കെ കുറച്ചെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ അറിയാണ്ട് നമ്മൾ ഒരു ആകെ ജനിച്ചൊരു 10 വയസ്സാകുമ്പോൾ കുറേ പൈസയും വെച്ച് നമ്മൾ നേരെ അവിടെ പോകും. അപ്പോൾ ഒരു ഇത്തരം നമ്മളെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കഴിക്കാൻ നോക്കുക. നമുക്ക് ടൂറൊക്കെ പോകുന്നതായി തന്നെ വെറൈറ്റി പഴങ്ങളൊക്കെ നോക്കുക. അപ്പോൾ കണ്ടില്ല, ഇതാ നമ്മൾ മഞ്ഞൾ ചേർത്ത പോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ പേര് പൊപ്പോലു. ബിസ്ക്കറ്റ് പൊടിയുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റ് ഉണ്ട്, ഇത് വെറുതെ പറയല്ല. പിന്നെ ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഇങ്ങളിൽ എത്തിച്ചേരാൻ പറ്റൂല, എന്താ വെച്ചാൽ നമ്മൾ അത്ര സാങ്കേതിക ഇത് വികസിച്ചില്ല. ഉണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ എല്ലാവരും പറഞ്ഞ് ബോധ്യപ്പെടുത്തായിരുന്നു. ഏതായാലും നല്ലൊരു ഇനാണ്.